ഹായ്, എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. ഞാൻ CA ഇൻ്റർമീഡിയറ്റ് ടാക്സേഷൻ ഫാക്കൽറ്റിയാണ്. നമ്മളെല്ലാവരുടെയും ആഗ്രഹം ഒരു ഹൈ പേയിങ് ജോബായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ സൊസൈറ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് വൈഭവ് തനേജ കുറേ കാലം സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ടെസ്ല എന്ന കമ്പനിയുടെ CFO ആണ്. അതുപോലെ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കുമാർ മംഗളം ബിർള. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ രാകേഷ് ജുഞ്ചുമാല. എല്ലാവരും അവരുടെ ഫീൽഡിൽ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ എല്ലാവരിലും ഉള്ളൊരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇവരെല്ലാവരും ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസാണ്. ആ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒരു +2 അല്ലെങ്കിൽ 10th പാസ്സായ ആൾക്ക് ജോയിൻ ചെയ്യാവുന്ന ഒരു കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി അഥവാ CA എന്ന് പറയുന്ന കോഴ്സ്. അങ്ങനെ നമ്മൾ 10th കഴിഞ്ഞിട്ട് ആ കോഴ്സിന് എൻറോൾ ചെയ്യുന്നു. 12th പാസ്സായതിനു ശേഷം നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ലെവൽ എക്സാം ആയിട്ടുള്ള ഫൗണ്ടേഷൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യും. അങ്ങനെ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 9 months സ്റ്റഡി പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർമീഡിയറ്റ് എന്ന സെക്കൻഡ് ലെവൽ എക്സാമിന് അപ്പിയർ ചെയ്യാം. ആ സെക്കൻഡ് ലെവൽ എക്സാമും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള കടമ്പ എന്ന് പറയുന്നത് 2 കൊല്ലത്തെ ആർട്ടിക്കിൾഷിപ്പാണ്. ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫൈഡ് CAയുടെ അണ്ടറിൽ നിന്നുകൊണ്ട് നമ്മൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നേടിയെടുക്കുക. അവരെന്തൊക്കെയാണോ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യുന്നത് അതെല്ലാം അവരുടെ കൂടെ നിന്ന് അവരുടെ ഗൈഡൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കുക. അങ്ങനെ പഠിക്കുന്ന സമയത്തും നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും ആ സമയം തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏൺ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ 2 കൊല്ലത്തെ നമ്മുടെ ഈ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ സ്റ്റേജ്, ഓക്കെ, ആ ഫൈനൽ എക്സാംസും കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും എന്താവാണ്, അവരെ പോലെ ഒരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകും. ഈ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിക്കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിന് പോകാം, അല്ലെങ്കിൽ നമുക്കും അവരെ പോലെ എന്ത് ചെയ്യാം, ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും വൈഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന CA പോലത്തെ കോഴ്സ് ഇപ്പോൾ പുതിയ അമെൻമെൻറ്റ്സ് അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻസ് വന്നപ്പോൾ എല്ലാവർക്കും പേടിയാവാനായിട്ട് തുടങ്ങി. കാരണം CA ഇൻ്റർമീഡിയറ്റ് എന്ന ലെവലത്തെ എക്സാം പാസ്സായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ഡെയിലി ബേസിസിൽ ടാർഗറ്റ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പാസ്സാവാൻ പറ്റുന്ന കോഴ്സാണ്. നമുക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് വേണം, നമുക്കൊരു ഡിസിപ്ലിൻ വേണം, അത് മാത്രമേ കണ്ടീഷനുള്ളൂ. കാരണം ബാക്കിയുള്ള കോഴ്സ് പോലെ നമുക്കിവിടെ ഒരു ക്ലാസ് റൂം അപ്രോച്ചില്ല. നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിച്ച് മുന്നേറേണ്ട ഒരു കോഴ്സാണ്. അങ്ങനെ താല്പര്യമുള്ള എല്ലാവരെയും ഞാൻ ഈ കോഴ്സിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും വരാം, ഒരുമിച്ച് വളരാം, ഒരുമിച്ച് മുന്നേറാം. താങ്ക് യു.